ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് മീൻ പീര. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. മീൻ പീര ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മീൻ 1/2 കിലോ. ഞാനിവിടെ നെത്തോലിയാണ് എടുത്തിട്ടുള്ളത്. അതല്ലാതെ വേറെ ചെറിയ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഇവിടെ ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 3/4 തേങ്ങ ചിരകി എടുത്തത്, കുറച്ച് കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ. മീൻ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. കോഴ്സായിട്ട് ചതച്ചാൽ മതി. മീനിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന പീര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് എന്നിവ ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫിഷ് റെസിപ്പീസിൽ ഒന്നാണ്. ഈ പീര ചതച്ചിട്ടുള്ള സ്മെല്ല് തന്നെ ഭയങ്കര നല്ല ഫ്ലേവറാണ് അതിന്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീര വെച്ച് വേവിച്ചെടുക്കാം. പീര അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറു തീയിൽ തന്നെ ഇട്ട് വറ്റിച്ചെടുക്കാം. മീൻ പീര ഇപ്പം നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില,
ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. മീൻ പീര നല്ല സൂപ്പറായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചോറിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം മീനും അതിൻ്റെ കൂടെ കുറച്ച് പീരയും ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ 2 പ്ലേറ്റ് ചോറ് സുഖമായിട്ട് ഇറങ്ങിപ്പോയിക്കോളൂ. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.